ഹായ്, ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ടൊരു ക്ലാസ്സാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ നവോദയ വിദ്യാലയയുടെ ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. December 15 ആണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ട അവസാനത്തെ ഡേറ്റ്. ഞാൻ അല്പം ലേറ്റായി പോയി ഞാൻ ഈ വീഡിയോ ഇടാൻ. സോ ഇത് മോർ ഓഫ് എൻ ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. നവോദയ എക്സാംസിന് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് ഉള്ള ജസ്റ്റ് അവരുടെ പ്രോസ്പെക്ടസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നൊരു വീഡിയോ. ഇത് ആരൊക്കെയാണ് കണ്ടിരിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ 3ാം ക്ലാസ്സിൽ കുട്ടികൾ പഠിക്കുന്ന എനി പേരൻസ് ഓർ 3rd സ്റ്റാൻഡേർഡ് ക്ലാസ് സ്റ്റുഡൻസ് ഓൺവേർഡ്സ് ആക്ച്വലി അവർക്കിത് കാണാം. 3, 4, 5 കാര്യം എന്താണെന്ന് വെച്ചാൽ, 5ലോട്ട് പ്രൊമോഷൻ കിട്ടിയ ഉടനെ ഈ നവോദയ എക്സാംസിന് പ്രിപ്പയർ ചെയ്ത് അപ്ലൈ ചെയ്തിരിക്കണം. 5ാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 6ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ കിട്ടാം. ആ രീതിയിലാണ് ഇവരുടെ എക്സാമിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം നവോദയ എക്സാം എന്തുവാണെന്നും അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും എന്തിനാണ് നമ്മൾ ഇത് നോക്കേണ്ടതെന്നും ഉള്ള കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ, സോ ജസ്റ്റ് ഞാൻ ഗൂഗിൾ എടുത്തിട്ട് നവോദയ ഓൺലൈൻ അപ്ലൈ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുത്തപ്പോൾ എനിക്ക് വന്നു നവോദയയുടെ ലിസ്റ്റ്. അതിനകത്ത് ആദ്യത്തത് നവോദയ വിദ്യാലയ സമിതി. സോ വെബ്സൈറ്റ് തുറക്കുമ്പോൾ തന്നെ ഇങ്ങനെ വരുന്നത്. അതിനകത്ത് പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ നിങ്ങൾക്കൊന്നും വേണ്ടതല്ല. സെലക്ട് ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ റെസ്പെക്ട് ഓഫ് ഇന്റർ ബൗണ്ട് JNV അത് നിങ്ങൾക്ക് വേണ്ടതല്ല. സോ ഈ ക്ലിക്ക് ഹിയർ ടു സബ്മിറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫോർ ക്ലാസ് 9 ലാറ്ററൽ എൻട്രി. ക്ലാസ് 9ൽ വെച്ച് ഒരു എൻട്രി ഇവർ കൊടുക്കുന്നുണ്ട്. അതിനുള്ള ഒരു ഓൺലൈൻ ആപ്ലിക്കേഷനുള്ള ഒരു ലിങ്കാണ് ഇതെന്ന് പറയുന്നത്. ക്ലാസ് 9 അത് ലാറ്ററൽ എൻട്രി ആണ്. അതായത് ക്ലാസ് 6 തൊട്ട് 12th വരെയാണ്, അതായത് 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയാണ് നമ്മുടെ നവോദയ വിദ്യാലയം അവരുടെ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്. 6th ആക്ച്വലി ഒറിജിനൽ അഡ്മിഷൻ നടക്കുന്നത്. ഫുൾ സീറ്റ് വിൽ ബി അവൈലബിൾ ഫോർ യു ഓൾ ഇൻ 6th സ്റ്റാൻഡേർഡ്. പക്ഷേ 9th ക്ലാസ് വരുമ്പോഴത്തേക്ക് ലാറ്ററൽ എൻട്രി കുറച്ച് സീറ്റുകൾ മാത്രം നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഓപ്ഷൻ തരും നവോദയയിലോട്ട് നിങ്ങൾക്ക് മൈഗ്രേറ്റ് ചെയ്യണമെങ്കിൽ. ഓക്കെ, സോ നമുക്കിവിടെ ഇമ്പോർട്ടൻറ്റ് ക്ലിക്ക് ഹിയർ ടു സബ്മിറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോർ ക്ലാസ് 6 കാണുന്നുണ്ടോ നിങ്ങൾ? ജവഹർ 1, 2, 3 4ാമത്തെ എൻട്രി ഇതിനകത്തോട്ടാണ് നമുക്ക് കയറേണ്ടത്. അതിന് തൊട്ട് മുമ്പ് നവോദയ വിദ്യാലയം എന്തുവാണ് നമുക്ക് നോക്കാം. അവരുടെ ഹോം പേജാണ് എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് അവരുടെ വിഷൻ നിങ്ങൾക്ക് കാണാം. എന്താണ് ഈ നവോദയ വിദ്യാലയം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് വഴി അവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇതിനകത്തുണ്ട്. നമുക്ക് നവോദയ വിദ്യാലയം അതിൻ്റെ താഴോട്ട് വരുമ്പോൾ ആണ്ടേ ഇവിടെ ലിങ്ക് ഉണ്ട്. അഡ്മിഷൻ ഇൻ JNV ഫെസിലിറ്റീസ്. സോ എന്തൊക്കെയാണ് അവരുടെ ഫെസിലിറ്റീസ് ഇൻ JNV നമുക്ക് നോക്കാം. ജവഹർ നവോദയ വിദ്യാലയയുടെ ഫെസിലിറ്റീസ്. സോ ഫെസിലിറ്റീസ് നിങ്ങൾ കാണുന്നുണ്ടോ? 1, these വിദ്യാലയസ് ആർ അഫിലിയേറ്റഡ് ടു CBSE ആൻഡ് ഓഫർ ഫ്രീ എഡ്യൂക്കേഷൻ ടു ടാലൻറ്റഡ് ചിൽഡ്രൻ ഫ്രം ക്ലാസ് 6 to 12th. 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള എല്ലാ ടാലൻറ്റഡ് മീൻസ് ഈ മെറിറ്റോറിയസ് ആയിട്ട് സെലക്ട് ആയിപ്പെടുന്ന എല്ലാ സ്റ്റുഡൻസിനും കംപ്ലീറ്റ്ലി ഫ്രീ ആണ് അവരുടെ എഡ്യൂക്കേഷൻ. അത് CBSE ബോർഡാണ്. ദെൻ ഇവിടെ കണ്ടോ എന്തെല്ലാം കാര്യങ്ങളാണ് ഫ്രീ ലോഡ്ജിങ്, ഫ്രീ സ്കൂൾ യൂണിഫോംസ്, ടെക്സ്റ്റ് ബുക്സ്, സ്റ്റേഷനറി, അക്കാഡമിക്സ് ആൻഡ് റെയിൽ ബസ് എല്ലാ എക്സ്പെൻസും അതിനകത്ത് വരും, ഇൻക്ലൂഡിങ് മെഡിക്കൽ എക്സ്പെൻസ് വരെ അതിനകത്ത് വരുന്നത്. അത് നിങ്ങൾക്ക് കാണാൻ ഇവിടെ ലിസ്റ്റ് ഉണ്ട്. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? എഡ്യൂക്കേഷന്, ബോർഡിംഗ് ഫെസിലിറ്റി, ലോഡ്ജിങ്, യൂണിഫോം, ടെക്സ്റ്റ് ബുക്ക്, സ്റ്റേഷനറി, അതായത് ബുക്കും പെൻസിലും മേടിക്കുന്ന പൈസ ഉൾപ്പെടെ അവർ നിങ്ങൾക്ക് ഇതിനകത്ത് കവേർഡാണ്. മനസ്സിലാവുന്ന നിങ്ങൾക്ക് ട്രാവൽ എക്സ്പെൻഡിച്ചർ, മെഡിക്കൽ എക്സ്പെൻഡിച്ചർ, ഫുൾ ഫീ ദേ വിൽ ബി. സോ 6th മുതൽ 12th വരെ നിങ്ങളുടെ വീട്ടുകാർക്ക് യാതൊരു തരത്തിലും യാതൊരു ടെൻഷനും സഫർ ചെയ്യേണ്ട കാര്യമില്ല. പ്ലസ് ആസ് എ സ്റ്റുഡൻറ്റ് നിങ്ങൾ പഠിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്തുവാ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ, നവോദയയിൽ ആക്ച്വലി എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസും ഉണ്ടായിരിക്കും. അതായത് നിങ്ങളുടെ സ്പോർട്സ് ആക്ടിവിറ്റീസിനുള്ള ഫെസിലിറ്റീസ്, നിങ്ങളുടെ മറ്റുള്ള ആർട്ട് കൾച്ചർ ആക്ടിവിറ്റീസ് എല്ലാത്തിനുമുള്ള ഫെസിലിറ്റീസ് ഇവരുടെ നവോദയ വിദ്യാലയത്തിലും ഉണ്ടായിരിക്കും. അതാണ് നവോദയയുടെ വേറൊരു ഗുണം എന്ന് പറയുന്നത് ആസ് എ സ്റ്റുഡൻറ്റ്. ക്ലിക്ക് ഹിയർ ടു സബ്മിറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോർ ക്ലാസ് 6. നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വരുന്നവർ മെയിനായിട്ട് അവിടെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. സോ ക്ലിക്ക് ചെയ്യാൻ വരേണ്ടവർ ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഓൺലൈൻ. ഓക്കെ, സോ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു ഹോം പേജിലോട്ട് നിങ്ങൾ ട്രാൻസ്ഫർ ആകും. സോ ഈ ഹോം പേജിലാണ് നിങ്ങൾ ജവഹർ നവോദയ വിദ്യാലയത്തിൽ അപ്ലൈ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ കുറച്ച് ഫോട്ടോസ് ഉണ്ട് പോകുന്ന കാണാമോ നിങ്ങൾക്ക്? സോ നിങ്ങളുടെ സ്കൂൾ ആക്ടിവിറ്റീസും ഡിഫറെൻറ്റ് സ്കൂൾ ആക്ടിവിറ്റീസും അവിടുത്തെ പലതരത്തിലുള്ള ഫങ്ഷൻസും കാര്യങ്ങളും ഈവൻറ്റും ഫെസിലിറ്റീസും ഇവരുടെ ലൈബ്രറി ഫെസിലിറ്റിയൊക്കെ കണ്ടോ? നിങ്ങളുടെ ഒരു മോസ്റ്റ് മോഡേൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കിട്ടുന്ന എല്ലാ ഫെസിലിറ്റീസും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ കിട്ടുന്നതാണ്. എസ്പെഷ്യലി ഇതിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ റൂറൽ കാൻഡിഡേറ്റ്സിന്, അതായത് നമ്മൾ റൂറൽ ഏരിയയിലുള്ളവർക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കിട്ടുന്നു. ഓക്കെ, ജനറലായിട്ട് നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി നമുക്കിവിടെ ഇവരുടെ പ്രോസ്പെക്ടസ് കാണണം. ആദ്യത്തെ ലിങ്ക് പ്രോസ്പെക്ടസ്.
സെക്കൻഡ് വൺ രജിസ്ട്രേഷന്. ഇത് രണ്ടുമാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ്. ഇവിടെ 3 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ്, ഒരു ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ എക്സാമിൻ്റെ. പ്രോസ്പെക്ടസ് നോക്കാം നമുക്ക്. ശ്രീ നവോദയ വിദ്യാലയം 6ാം ക്ലാസ്സിൻ്റെ 2021 ഉള്ള പ്രോസ്പെക്റ്റാണിത്. ഇത് മലയാളം മീഡിയമാണ് ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്, അത് കഴിഞ്ഞ് ഞാൻ ഇംഗ്ലീഷും കാണിച്ചു തരാം. വലിയ വ്യത്യാസമൊന്നുമില്ല. ശ്രീ നവോദയ വിദ്യാലയം എന്തിനാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും അതുമായിട്ട് വന്നിട്ട് കുറച്ച് കാര്യങ്ങളാണ് എൻ്റെ കൂടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന്, നമ്മുടെ ഗ്രാമീണ മേഖലയിലുള്ള മീൻസ് റൂറൽ ഏരിയയിലുള്ള കുട്ടികൾക്ക് ആക്ച്വലി വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കാനാണ് ഈ ഒരു സിസ്റ്റം വന്നിട്ടുള്ളത് തന്നെ. ഓക്കെയാ, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചുമ്മാ വായിച്ച് നോക്കാം. വളരെ അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ 14 നവോദയ സ്കൂൾസാണുള്ളത്. നമ്മളുടെ ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ സ്കൂൾസ് ഉണ്ട്. ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റിലാണോ ഉള്ളത്, നിങ്ങളുടെ റെസിഡൻസ്, നിങ്ങളുടെ വീട്, ആ ഡിസ്ട്രിക്റ്റിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ബിലോങ്സ് ടു എറണാകുളം ഡിസ്ട്രിക്ട്, എറണാകുളം ഡിസ്ട്രിക്റ്റിൽ നവോദയ വിദ്യാലയത്തിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ. സോ ബി കെയർഫുൾ അബൌട്ട് ദാറ്റ്. അല്ലാതെ മറ്റുള്ള ഡിസ്ട്രിക്റ്റിലോട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഒരിടത്ത് മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും പറ്റൂ. അതായത് ഒന്നിലധികം ജില്ലകൾക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല. ഓക്കെയാ, ഇനി നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷന് വേണ്ടുന്ന മെയിനായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് തിങ്, 2021 ഏപ്രിൽ 10 ശനിയാഴ്ചയാണ് എക്സാം നടക്കാൻ പോകുന്നത് 11:30 മോർണിംഗിന്. സോ നമ്മളുടെ 6ാം ക്ലാസ്സിൻ്റെ അടുത്ത 2022 അഡ്മിഷൻ കിട്ടുന്ന രീതിയിലുള്ള 6ാം ക്ലാസ്സിലെ എക്സാം 2021, അതായത് ഇപ്പോൾ നമ്മൾ 2020 ഡിസംബർ മാസമാണ്, 2021 ഏപ്രിൽ 10-ാം തീയതിയാണ് ടെൻറ്റേറ്റീവ് ഡേറ്റ് എന്ന് പറയുന്നത്. എന്തിനാണ്? നവോദയ എക്സാമിന്. ഡേറ്റ് ഓക്കെ ആയോ? ഇനി ഓൺലൈനായിട്ടാണ് ഇപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്. വളരെ ഈസിയാണ്. നേരത്തെ പോലുള്ള വെരിഫിക്കേഷൻ ഒന്നും ഒരുപാടില്ല. ഇപ്പോൾ എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ ഓൺലൈനായിട്ട് ആണ് നമുക്കിവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഈസിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നിന്ന് വേണമെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. ഡിസംബർ 15 നമ്മളുടെ ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ്. ഇന്ന് ഡിസംബർ 5 ആണ്. സോ ഒരു 10 ദിവസം കൂടെ ഉള്ളൂ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത്. ഇനി വളരെ ഈസി ആക്കിയിട്ടുണ്ട് ഇപ്രാവശ്യത്തെ ആപ്ലിക്കേഷനും കാര്യങ്ങളും. ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോട്ടോയും നിങ്ങളുടെ സിഗ്നേച്ചറും ഒക്കെ വേണം. അത് JPG ഫോർമാറ്റിൽ 100 KB സൈസിൽ അപ്ലോഡ് ചെയ്യണം. കണ്ടോ, നമ്മൾ ഈ ഏപ്രിൽ എഴുതുന്ന എക്സാമിൻ്റെ റിസൾട്ട് വരുന്നത് ജൂൺ മാസമാണ്. സോ ജൂണിൽ തന്നെ റിസൾട്ട് വന്നിരിക്കും. ബൈ സെപ്റ്റംബർ നിങ്ങളുടെ അഡ്മിഷൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കൺഫർമേഷനും കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വീട് വഴി നിങ്ങൾക്ക് നെറ്റില്ല, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ആക്ച്വലി ജവഹർ നവോദയ വിദ്യാലയം നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ ചെല്ലാം. അവിടെ സ്പെഷ്യൽ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. അവർ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആപ്ലിക്കേഷൻ. അതിൻ്റെ ആവശ്യമൊന്നും വരത്തില്ല. നിങ്ങൾക്കൊരു നോർമൽ സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. സോ ഇനി ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. വിദ്യാർത്ഥികൾ 5ാം ക്ലാസ് പഠിച്ച സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ജില്ലയും പ്രവേശന പരീക്ഷ എഴുതിയ ജില്ലയും ഏതാണോ ആ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന നവോദയയിലേക്ക് മാത്രമേ തിരഞ്ഞെടുക്കപ്പെട്ടാൽ അഡ്മിഷൻ കിട്ടത്തുള്ളൂ. മനസ്സിലാവുന്നു? റിസർവേഷൻ കാറ്റഗറിയിൽ വരുന്നവർ ഈ സർട്ടിഫിക്കറ്റുകൾ എക്സാം പാസ്സായി കഴിഞ്ഞാൽ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇനി റൂറൽ ബാക്ക്ഗ്രൗണ്ടിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ 3ാം ക്ലാസ് 4ാം ക്ലാസ് 5ാം ക്ലാസ് പഠിച്ച സ്കൂള് ഗ്രാമീണ മേഖലയിലായിരിക്കണം. അതിനുള്ള സാക്ഷ്യപത്രം നിങ്ങൾ പിന്നീട് കൊണ്ട് കൊടുക്കണം. ഇനി നിങ്ങൾ ഏതെങ്കിലും ഡിസേബിൾഡ് ചിൽഡ്രൻ ആണെങ്കിൽ അതിൻ്റേതായ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കണം. ഇനി ആർക്കൊക്കെയാണ് ഇത് അപേക്ഷിക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. ജവഹർ നവോദയ വിദ്യാലയം ഏത് ജില്ലയിലാണോ ഉള്ളത് ആ ജില്ലയിലുള്ള അപേക്ഷകന് മാത്രമേ ഇതിന് അഡ്മിഷന് യോഗ്യതയുള്ളൂ. മനസ്സിലാവുന്നോ? ഇനി അപ്ലൈ ചെയ്യുന്ന സ്റ്റുഡൻറ്റ് മീൻസ് നിങ്ങളുടെ ഏജ് എന്ന് പറയുന്നത് 2008-നും 2012-നും ഇടയ്ക്കായിരിക്കണം. അതിന് താഴോട്ടോ അതിനോട്ട് മുകളിലോട്ടോ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അറ്റ് ദ സെയിം ടൈം 5ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുകയും വേണം. കണ്ടോ, 2020 സെപ്റ്റംബർ 15 മുമ്പ് 5th സ്റ്റാൻഡേർഡിലോട്ട് നിങ്ങൾക്ക് സ്ഥാനക്കയറ്റം കിട്ടിയിരിക്കണം. അതായത് 5ാം ക്ലാസ്സിൽ അഡ്മിഷൻ നിങ്ങൾക്ക് ആൾറെഡി കിട്ടിയിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, റൂറൽ ഏരിയയിൽ 75% സീറ്റിൻ്റെ 75% റൂറൽ ഏരിയക്കാർക്കാണ് വേണ്ടി റിസർവ് ചെയ്തിരിക്കുകയാണ്. റൂറൽ കോട്ടയിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്കറിയാമല്ലോ 3, 4, 5 നിങ്ങൾ റൂറൽ ഏരിയയിലായിരിക്കണം പഠിച്ചിരിക്കണം. ഒരു ദിവസമെങ്കിലും നിങ്ങൾ വേറെ സിറ്റി ഏരിയയിലാണ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റൂറൽ കോട്ടയിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെയാ, 1/3 സീറ്റ് ഗേൾസിന് കിട്ടും.
ഓക്കെ, ലേഡീസിന് 3-1 സീറ്റ് റിസർവേഷൻ ഉണ്ട്. ഓക്കെ, പരീക്ഷാ കേന്ദ്രത്തെക്കുറിച്ച് കൊടുത്തിരിക്കുന്നുണ്ടോ സെൻറ്റർ, നിങ്ങളുടെ എക്സാം സെൻറ്റർ നിങ്ങളുടെ അഡ്മിഷൻ ടിക്കറ്റിനകത്ത് കൊടുത്തിരിക്കും. അടുത്തെന്ന് പറയുന്നത് ഏതൊക്കെ ലാംഗ്വേജിൽ നിങ്ങൾക്ക് എക്സാം എഴുതാം. ഇവിടെ കൊടുത്തിരിക്കുന്ന ഓരോ സംസ്ഥാനത്തിൻ്റെയും അവിടെ ആ സംസ്ഥാനങ്ങളിൽ എഴുതാൻ പറ്റുന്ന ഭാഷകളാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് കേരളം മാത്രം നോക്കിയാൽ മതി. കേരളത്തിലാണെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാൻ പറ്റും, ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റും, ഹിന്ദിയിൽ എഴുതാൻ പറ്റും, തമിഴ് എഴുതാൻ പറ്റും, കന്നഡ എഴുതാൻ പറ്റും. നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ബി വെരി കെയർഫുൾ. അതിനകത്ത് ഏത് ലാംഗ്വേജ്, ഏത് മീഡിയത്തിലാണ് നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നതെന്ന് ചോദിക്കും. ആ മീഡിയത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ മലയാളത്തിലാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മലയാളത്തിൽ കൊടുക്കണം, ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷിൽ കൊടുക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മളുടെ പേപ്പറിനകത്ത് 3 പാർട്ടുണ്ടെന്നും അതിനകത്ത് ലാസ്റ്റ് പാർട്ട് ലാംഗ്വേജുമാണ്. ഈ ലാംഗ്വേജ് നിങ്ങൾ ഇംഗ്ലീഷാണ് കൊടുക്കുന്നതെങ്കിൽ ഇംഗ്ലീഷിലുള്ളൊരു പാസേജ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അതിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ എഴുതണം. മലയാളമാണെങ്കിൽ മലയാളത്തിലായിരിക്കും നിങ്ങൾ പാസേജ് കിട്ടുന്നത്. അതിന് നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ എഴുതേണ്ട വരും. സോ ബി വെരി കെയർഫുൾ അബൌട്ട് ദാറ്റ് ലാംഗ്വേജ് ഓപ്ഷൻ. ഇനി നമ്മളുടെ എക്സാമിനെ കുറിച്ചുള്ള എക്സാമിൻ്റെ ഫോർമാറ്റും കാര്യങ്ങളും അവിടെ കൊടുത്തിരിക്കുന്നത്. 2 മണിക്കൂറാണ് എക്സാം. രാവിലെ 11 തൊട്ട് 1:30 വരെ ആണ് എക്സാം. 80 മാർക്കുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ്, അതായത് നിങ്ങൾ OMR ഉണ്ടായിരിക്കും, അതിനകത്ത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ടോട്ടലി 80 ക്വസ്റ്റ്യൻസ്, 100 മാർക്സ്, 2 മണിക്കൂറാണുള്ളത്. അത് 3 പാർട്ടായിട്ടാണ് നമ്മളുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത്. ഈ കാര്യങ്ങളൊക്കെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ബുദ്ധി പരീക്ഷ, ഗണിതശാസ്ത്ര പരീക്ഷ, ഭാഷാശേഷി പരീക്ഷ. ആദ്യത്തെ സെക്ഷനിൽ നിന്ന് 40 ക്വസ്റ്റ്യൻ ഉണ്ട്, അതിന് 50 മാർക്ക്. ഗണിതശാസ്ത്രത്തിൽ നിന്ന് 20 ഉണ്ട്, 25 മാർക്ക്. ഭാഷാശേഷി 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 25 മാർക്ക്. ഇത് നമ്മൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം മാർക്കൊക്കെ എടുക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് നിങ്ങൾ OMR ഒന്നും എഴുതാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ രീതിയിലായിരിക്കും വരുന്നത്. ABC എന്നിങ്ങനെ 4 ഓപ്ഷൻ തരും. ABCD എന്ന് 4 ഓപ്ഷൻ തരും. ഏതാണോ നിങ്ങളുടെ ഉത്തരം അത് നിങ്ങൾ ബബിൾ ചെയ്യണം. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബ്ലൂ ഓർ ബ്ലാക്ക് പോയിൻ്റ്, ബോൾ പോയിൻ്റ് പെൻ ഉപയോഗിച്ച് നിങ്ങളത് ഇങ്ങനെ ബബിൾ ചെയ്യണം. ഇതിന് പുറത്തൊന്നും പൊയ്ക്കൂടാ കേട്ടോ. അതിനകത്ത് നിൽക്കുന്ന രീതിയിൽ നിങ്ങളത് ബബിൾ ചെയ്യണം. ഒരു പ്രാവശ്യം മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മായ്ക്കാനൊന്നും പറ്റത്തില്ല. ഓരോ ശരിയായ ഉത്തരത്തിന് എത്ര മാർക്കാണ് എഴുതിയിരിക്കുന്നത്? 1.25 മാർക്കാണ്. നെഗറ്റീവ് മാർക്കിങ് ഇല്ല. സോ നെഗറ്റീവ് മാർക്കില്ല. നിങ്ങൾക്ക് ഉത്തരം ഏതാണെന്നൊരു ഡൗട്ട് തോന്നിയാലും ഈ 80 ക്വസ്റ്റ്യനും ആൻസർ എഴുതിയിട്ട് മാത്രമേ നിങ്ങൾ പുറത്ത് വരാവൂ. കാര്യം എന്തുവാ? നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഒരു ക്വസ്റ്റ്യൻ ശരിയായി കഴിഞ്ഞാൽ 1.25 കിട്ടും. സോ അറിയാവുന്നത് മാക്സിമം നമ്മൾ എഴുതും, എന്നിട്ട് ബാക്കിയുള്ളത് നമ്മൾ കറക്കി കുത്തിയിട്ട് ഇറങ്ങി വരും. കിട്ടിയില്ലെങ്കിൽ ഊട്ടി. ഓക്കെ, ഇനി ബാക്കി കൊടുത്തിരിക്കുന്നത് എക്സാമിൻ്റെ ജനറൽ ആയിട്ടുള്ള രീതി മാറ്റുമാണ്. ഞാനത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്താൽ പോരെ? മലയാളം വേണമെന്നുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ? ഓക്കെ, എന്നത്തെ റഫായിട്ട് നിങ്ങളൊന്ന് കണ്ടോ. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് മെൻ്റൽ എബിലിറ്റിയാണ്, ബൗദ്ധിക പരീക്ഷയാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പ്രത്യേകിച്ചൊന്നുമില്ല. ഇവർ 10 ഭാഗങ്ങളായിട്ട് 10 പാർട്ടായിട്ട് ഓരോ പാർട്ടിലും 4 ക്വസ്റ്റ്യൻസ്. സോ 10 × 4 40 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. മൊത്തം ഈ പാർട്ടിൽ വരുന്നത്, ഈ സെക്ഷനിൽ വരുന്നത് 40 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 10 പാർട്ടുണ്ട്. 10 പാർട്ടിൽ ഓരോ പാർട്ടിലും 4. സോ ഈ ഓരോന്നും ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇതിനകത്തെന്ന് പറയുന്നത് ഒറ്റയാനെ കണ്ടെത്തുക, അതായത് ഡിസിമിലർ ആയിട്ടുള്ള ഏത് പിക്ചറാണെന്ന് കണ്ടെത്തുക. അതാണ് ഈ ടൈപ്പ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ച് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ, ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ, പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഈസിയായിട്ട് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും ഓരോ ക്വസ്റ്റ്യനും ഏത് തരത്തിലുള്ളതാണെന്ന്. ജസ്റ്റ് ഈ ഇമേജുകൾ മാത്രമേ മാറൂ, അല്ലാതെ ക്വസ്റ്റ്യനകത്ത് മാറ്റമൊന്നും സംഭവിക്കത്തില്ല. അപ്പോൾ ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾ ഓട് 1 ഇട്ടോ ഒറ്റയാൻ കണ്ടെത്തുകയാണ്. 4 എണ്ണവും ഒരു റെക്റ്റാങ്കിളാണ്. 4 എണ്ണവും റെക്റ്റാങ്കിൾസ് ആണ്. ഓക്കെ, ഇനി എല്ലാത്തിലും ലൈനുണ്ട്. ഇവിടെ സൈഡിലാണ് ലൈന്, ഇവിടെ അകത്താണ് ലൈന്, ഇവിടെ അകത്താണ് ലൈന്, ഇവിടെ അകത്താണ് ലൈന്. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇവിടെ സൈഡാണ് ലൈൻ, ഇവിടെയാണ് ഓട് 1 എന്ന് മനസ്സിലായി. ഇത്രയേ ഉള്ളൂ. സോ വളരെ ഈസി ആയിട്ട് വിത്തിൻ സെക്കൻഡ്സ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണിത്. ഇതിനകത്ത് സിമിലറായിട്ട് കണ്ടെത്താനാണ്. ഈ ഇമേജ് ഏതിനകത്ത് ഉള്ളത് നിങ്ങൾ കണ്ടെത്താമോ നിങ്ങൾക്ക്? എക്സാക്ട്ലി സെയിം അല്ലേ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദാറ്റ്സ് ഇറ്റ്. ഇങ്ങനെ പിക്ചർ അധിഷ്ഠിതമായിട്ടുള്ള 10 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും നിങ്ങൾക്ക്. അത് കഴിഞ്ഞിട്ട് പക്ക മാത്സ്, അതായത് അരിത്തമെറ്റിക്സ് കാണും. അതിനകത്ത് ഈ ഒരു പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ അറിയണം. സംഖ്യയും സംഖ്യാവ്യവസ്ഥയും പൂർണ്ണസംഖ്യ, 4 അടിസ്ഥാന ക്രിയകൾ, ഇങ്ങനെ ജനറൽ ആയിട്ടുള്ള മാത്സിൻ്റെ വളരെ ബേസിക്സ് നിങ്ങൾക്ക് വേണം. ഒരുപക്ഷെ നിങ്ങളുടെ സ്കൂൾ ബുക്കുകളിൽ 5 വരെ പഠിച്ചിട്ടുള്ളത് പോരായിരിക്കും. ഒരു 6ാം ക്ലാസ് വരെ ലെവലൊക്കെ പോയെങ്കിൽ മാത്രമേ ഇതിനൊക്കെ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റൂ. ഇത് ആക്ച്വലി നിങ്ങളുടെ ലിസ്റ്റിൽ നിങ്ങൾ വരുമോ ഇല്ലയോ എന്ന് ഉറപ്പിക്കുന്ന ഒരു പോർഷനാണ് ഇതെന്ന് പറയുന്നത്. 3ാമത്തെ പോർഷൻ എന്ന് പറയുന്നത് ഭാഷാ പരീക്ഷയാണ്. ജനറലി അവരൊരു ഗദ്യഭാഗം തരും, അതായത് ഒരു പാസേജ് തരും.
ആ പാസേജ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. 4 ക്വസ്റ്റ്യൻസ് കാണും. ഈസിയാണ്, നിങ്ങൾക്ക് പാസേജ് മനസ്സിലാക്കിയ പോലും വേണ്ട ഇതിന് ആൻസർ ചെയ്യാൻ. അതിനൊരു സ്റ്റൈലുണ്ട്, പ്രിപ്പറേഷൻ ഉണ്ട്. ഞാൻ എടുക്കാൻ ശ്രമിക്കാം. മോസ്റ്റ് പ്രോബബിളി ഇംഗ്ലീഷിൽ ഡിസ്കസ് ചെയ്യാനായിരിക്കും ഞാൻ ശ്രമിക്കുന്നത്. മലയാളം വേണമെന്നുള്ളവർ ഇതിനകത്ത് കമൻറ്റിൽ വന്ന് നിങ്ങൾ മെൻഷൻ ചെയ്യണം, നിങ്ങൾ താല്പര്യമുള്ളവർ. ഓക്കെ, സോ ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ കാര്യങ്ങളിലോട്ടൊന്ന് ചെയ്ത് നോക്കാം. ഹൗ ദിസ് ആപ്ലിക്കേഷൻ ഈസ് ഹാപ്പനിങ്. സോ ഇവിടെ രണ്ടാമത്തെ മെനു നിങ്ങൾ കണ്ടു, ക്ലിക്ക് ഹിയർ ഫോർ ക്ലാസ് 6 രജിസ്ട്രേഷൻ. ഞാൻ അതിനകത്ത് ക്ലിക്ക് ചെയ്യുകയാണ്. സോ ക്ലിക്ക് ചെയ്യുമ്പോൾ അകത്തോട്ട് വരുന്നത് എങ്ങനെയാണ്, ഹാവ് യു റെഡ് ദ പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസ് നിങ്ങൾ വായിച്ചോ? അതാണ് നമ്മളിപ്പോൾ വായിച്ച പ്രോസ്പെക്ടസ് മലയാളത്തിൽ. യെസ്, ഞാൻ പ്രോസ്പെക്ടസ് വായിച്ചു എന്ന് ടിക്ക് ചെയ്തിട്ട് ഞാൻ പ്രൊസീഡ് കൊടുക്കും. ദാ ഹോം പേജ് ഓപ്പണായി വന്നു കഴിഞ്ഞു. ഇവിടാണ് എനിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. നോക്കാം. സോ സർട്ടിഫിക്കറ്റ് ടു ബി അപ്ലോഡഡ്, ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ്. Instructions for the candidate. The process of submission of online application involve only single stage. Means ഒരൊറ്റ സ്റ്റേജ് മാത്രമേ ഉള്ളൂ. ഈ പേജ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഏറ്റവും അവസാനം സബ്മിറ്റ് കണ്ടോ, സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊസീജിയർ കഴിഞ്ഞു. The reservation to the OBC candidate shall be implemented as per central list. The OBC candidate not included in the central list should apply as general candidate. അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ലിസ്റ്റ് അനുസരിച്ച് OBC കാറ്റഗറി കിട്ടുന്നവർക്ക് മാത്രമേ OBC സർട്ടിഫിക്കറ്റ് ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റേറ്റിൻ്റെ കാറ്റഗറി അല്ല പറയുന്നത്. സോ ഈ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചില സർട്ടിഫിക്കറ്റ് കൂടി അപ്ലോഡ് ചെയ്യേണ്ടി വരും. അതാ പറയുന്നത്, കീപ് ദ ഫോളോയിങ് സ്കാൻഡ് കോപ്പീസ് റെഡി ബിഫോർ സ്റ്റാർട്ട് ഫില്ലിംഗ് ദി ആപ്ലിക്കേഷൻ. ഏതൊക്കെയാ? ഒന്ന്, നിങ്ങളുടെ സിഗ്നേച്ചർ, കാൻഡിഡേറ്റ്സിൻ്റെ സിഗ്നേച്ചർ വേണം, പേരൻറ്റിൻ്റെ സിഗ്നേച്ചർ വേണം, കാൻഡിഡേറ്റിൻ്റെ ഫോട്ടോഗ്രാഫ് വേണം, സർട്ടിഫിക്കറ്റ് സൈൻഡ് ബൈ പേരൻറ്റ് ആൻഡ് കാൻഡിഡേറ്റ്. പേരൻറ്റും കാൻഡിഡേറ്റും സൈൻ ചെയ്ത സർട്ടിഫിക്കറ്റ്. സർട്ടിഫിക്കറ്റ് ടു ബി അപ്ലോഡഡ് നിങ്ങൾ കണ്ടോ, ഇതിനകത്ത് കിട്ടും നിങ്ങൾക്ക് ഇതെല്ലാം. ദെൻ സൈസ് ഓഫ് ദ ഇമേജസ്. ഇന്ന് നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഇമേജസിൻ്റെ സൈസ് എന്ന് പറയുന്നത് 10 KB-ക്കും 100 KB-ക്കും ഇടയായിരിക്കണം. അതിൽ കൂടുതലായിരിക്കും മോസ്റ്റ് ഓഫ് ദ കേസ് വരുന്നത്. നിങ്ങൾ എന്തോ ചെയ്യണമെന്ന് വെച്ചാൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങളതിനെ കംപ്രസ് ചെയ്യണം. നിങ്ങൾ നിയറസ്റ്റ് അക്ഷയ സെൻറ്ററിലോ കമ്പ്യൂട്ടർ സെൻറ്ററിലോ ഒക്കെ പോയാൽ അവിടെ ചെയ്തു തരുന്ന ആൾക്കാർ കാണും, അവർക്ക് ഇതൊക്കെ ചെയ്തു തരാൻ പറ്റും നിങ്ങൾക്ക്. സിഗ്നേച്ചറിന് 550 മുതൽ 300 KB. ഓക്കെ, ഫോട്ടോയ്ക്കും സിഗ്നേച്ചറിനും 100 KB വരെ മാക്സിമം ആകാൻ പാടുള്ളൂ. സർട്ടിഫിക്കറ്റ്സിനാണെങ്കിൽ 300 KB വരെ ആകാൻ പറ്റും. ഓക്കെ, സോ ഓരോന്നിനും രണ്ട് ടൈപ്സ് ഓഫ് സൈസസ് അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ മോർ ഡീറ്റെയിൽസിന് പ്രോസ്പെക്ടസ് വായിക്കണം. നമ്മൾ പ്രോസ്പെക്ടസ് ഒട്ടുമിക്കാലും വായിച്ചു കഴിഞ്ഞു. നമുക്ക് ഇവിടെ നോക്കാം, കാൻഡിഡേറ്റ് സർട്ടിഫിക്കറ്റ് ടു ബി അപ്ലോഡഡ്, ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ്. ഓക്കെ, ഇതാണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിട്ടുണ്ട് 15 ഡിസംബർ 2020 ആണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ സബ്മിറ്റിംഗ് ആപ്ലിക്കേഷൻ ഓൺലൈൻ. സോ ഇത് പ്രിൻ്റ് ഔട്ട് എടുത്ത ശേഷം നിങ്ങളിവിടെ നിങ്ങളുടെ കുട്ടിയുടെ ഫോട്ടോ ഒട്ടിക്കണം, കാൻഡിഡേറ്റിൻ്റെ ഫോട്ടോ ഒട്ടിക്കണം. എന്നിട്ട് ഇതിനകത്ത് ഈ ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യണം. സോ ഇവിടെ നിങ്ങൾ എഴുതേണ്ടത് നെയിം ഓഫ് ദി സ്റ്റുഡൻ്റ് ആണ് ഇവിടെ നിങ്ങൾ എഴുതേണ്ടത്. ഇവിടെ നിങ്ങൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് അത് എഴുതണം, സ്കൂളിൻ്റെ പേര് എഴുതണം. അത് കഴിഞ്ഞ് ശ്രദ്ധിക്കണം, ബ്ലോക്ക് ലെറ്റേഴ്സ് എന്ന് വെച്ചാൽ ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. ഇവിടെ നെയിം ഓഫ് ദ സ്റ്റുഡൻറ്റ്, സപ്പോസ് റോഹൻ എന്നാണ് സ്റ്റുഡൻറ്റിൻ്റെ പേരെങ്കിൽ റോഹൻ ജോർജ്, നിങ്ങൾക്ക് സ്റ്റുഡൻറ്റിൻ്റെ പേര് എഴുതാം. ശ്രദ്ധിക്കണം, ഇത് ക്യാപിറ്റൽ ലെറ്ററിൽ വേണം എഴുതാൻ. അതായത് ROHAN റോഹൻ ജോർജ്. ഫാദേഴ്സ് നെയിം എന്താ? ജോർജ്. Mother's name, suppose you can write Susan. Then name of the guardian and the relationship. നിങ്ങളുടെ രക്ഷാകർത്താവ് ആരാണെങ്കിലും രക്ഷാകർത്താവായിട്ടുള്ള ബന്ധം. ഇപ്പോൾ നിങ്ങളുടെ ഫാദറാണ് രക്ഷാകർത്താവെങ്കിൽ ഫാദറിൻ്റെ പേര് എഴുതിയിട്ട് ഫാദർ എന്ന് എഴുതാം. മദർ ആണെങ്കിൽ നിങ്ങളുടെ മദറിൻ്റെ പേര് എഴുതാൻ, അല്ല വേറെ ആരെങ്കിലും ആ രക്ഷാകർത്താവ്. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ആൻറ്റിയാണ് നിങ്ങളുടെ രക്ഷാകർത്താവെങ്കിൽ നിങ്ങൾക്ക് ആൻറ്റിയുടെ പേര് എഴുതാം. എന്തെഴുതാം? തെരേസ. ഇത് ബ്ലോക്ക് ലെറ്ററിലാവണമെന്നില്ല കേട്ടോ. തെരേസ ആൻറ്റി, യു ക്യാൻ റൈറ്റ് ദാറ്റ് റിലേഷൻഷിപ്പ്. ഇനി നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഇവിടെ എഴുതേണ്ടത്. ഡേറ്റ് ഓഫ് ബർത്ത്, സപ്പോസ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 11/9/2010 ആണെന്ന് വെച്ചോ. സോ എങ്ങനെ എഴുതണം? എന്തോ ഇയർ 2010, മാസം ഇത് സെപ്റ്റംബർ മാസം ആയതുകൊണ്ടാണ് ഞാൻ 09 എന്ന് എഴുതിയത്. ഓഗസ്റ്റ് മാസമാണെങ്കിൽ ഞാൻ 08 എന്ന് എഴുതും. ഇത് ദിവസം 11-ാം ദിവസം, 30-ാം ദിവസം, 28-ാം ദിവസം ഇൻ വേർഡ്സ്. ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ വേർഡ്സിലും എഴുതണം. സോ വേർഡ്സിൽ നിങ്ങൾ എന്തോ എഴുതുന്നത്? 11th September 2010.
2010 ഓക്കെ. സോ 2010 11th September അത് വേർഡ്സിൽ നിങ്ങൾ എഴുതണം. ഇനി നിങ്ങൾ ജെൻഡർ അത് മാർക്ക് ചെയ്യാനാണ്. ബോയ് ആണെങ്കിൽ ബോയ് എന്ന് മാർക്ക് ചെയ്യാം, ബോയ് ആണെങ്കിൽ ബോയ് എന്ന് മാർക്ക് ചെയ്യാം, ഗേൾ ആണെങ്കിൽ ഗേൾ എന്ന് മാർക്ക് ചെയ്യാം, ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ജെൻഡർ എന്ന് മാർക്ക് ചെയ്യണം. ഓക്കെ. സോ ബോയ് ആണെങ്കിൽ നിങ്ങൾ ബോയ് മാത്രമേ മാർക്ക് ചെയ്യാവൂ, എല്ലാം മാർക്ക് ചെയ്ത് വെച്ചോളായിരുന്നു. കാറ്റഗറി നിങ്ങൾ ജനറൽ ആണെങ്കിൽ ജനറൽ എഴുതുക, SC-കാർ ST-കാർ OBC-കാർക്ക് റെസ്പെക്റ്റീവായിട്ട് ഇവിടെ ടിക്ക് കൊടുക്കാം. നേച്ചർ ഓഫ് ശ്രദ്ധിച്ചോണം, നിങ്ങൾ ചുമ്മാ ടിക്ക് കൊടുത്ത് കളയരുത്. കാര്യം അറ്റ് ദ എൻഡ് നിങ്ങൾ സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുകയില്ല. നേച്ചർ ഓഫ് ഡിസബിലിറ്റി നിങ്ങൾ ഡിസേബിൾഡ് ആണെങ്കിൽ നിങ്ങൾ ഇവിടെ ഡിസേബിൾഡ് എഴുതണം, ഇല്ലെങ്കിൽ ഒന്നും എഴുതണ്ട. നിങ്ങളുടെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് അതാണ് എഴുതേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്കൊരു കറുത്ത പാടുണ്ടെന്ന് വെച്ചോ, നിങ്ങളുടെ മുഖത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു കറുത്ത പാടുണ്ടെന്ന് എഴുതിച്ചോ. സോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹാൻഡിൻ്റെ വലത്തേ സൈഡിലൊരു കറുത്ത പാടുണ്ട്. സോ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് കണ്ടുപിടിക്കുന്നത്. സോ ബ്ലാക്ക് മോൾ ഓൺ ദി ലെഫ്റ്റ് ചീക്ക് എന്ന് വെച്ചാൽ എൻ്റെ ഇടത്തെ സൈഡിൽ, കവിളിൻ്റെ ഇടത്തെ സൈഡിൽ ഒരു കറുത്ത പാടുണ്ടെന്നാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം. അഡ്രസ്സ് പോസ്റ്റൽ അഡ്രസ്സാണ് നമ്മളിവിടെ എഴുതേണ്ടത്. പ്രസൻറ്റ് പോസ്റ്റൽ അഡ്രസ്സാണ് നമ്മളിവിടെ എഴുതേണ്ടത്. എഴുതാനുള്ള സ്ഥലമൊന്നും ഇല്ലല്ലോ അതിനകത്ത്. മൊബൈൽ നമ്പർ നിങ്ങൾക്ക് എഴുതാൻ, കാര്യം മൊബൈൽ നമ്പറിനകത്ത് SMS വരും. ഫോർ എക്സാമ്പിൾ 854777 എക്സെട്ര. ഒരു ഇമെയിൽ ID നിങ്ങളിവിടെ എഴുതണം. നിങ്ങളുടെ ആയാലും പേരൻറ്റിൻ്റെ ആയാലും ആരുടെ ആയാലും ഇമെയിൽ ID എഴുതണം. ഓക്കെ. സോ പ്രസൻറ്റ് പോസ്റ്റൽ അഡ്രസ്സ്, ഈ പോസ്റ്റൽ അഡ്രസ്സ് എവിടെ എഴുതും? എഴുതാനുള്ള സ്ഥലമില്ലല്ലോ. നാഷണാലിറ്റി ഇന്ത്യൻ നിങ്ങൾക്ക് എഴുതാം. റിലീജിയൻ നിങ്ങൾ ഏത് റിലീജിയൻ, നിങ്ങൾ ഹിന്ദു ആണെങ്കിൽ നിങ്ങൾക്ക് എഴുതാം ഹിന്ദു, ക്രിസ്ത്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് എഴുതാം ക്രിസ്ത്യൻ, ജെയിൻ ആണെങ്കിൽ നിങ്ങൾക്ക് എഴുതാം ജെയിൻ, ബുദ്ധിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എഴുതാം ബുദ്ധിസ്റ്റ്, ഇസ്ലാം ആണെങ്കിൽ നിങ്ങൾക്ക് എഴുതാം മുസ്ലിംസ്. ഇനി നിങ്ങളുടെ റിലീജിയൻ നിങ്ങൾക്ക് എഴുതാൻ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾക്ക് പറയാം നോ റിലീജിയൻ എന്നും വേണമെങ്കിൽ എഴുതാം. സോ മീഡിയം ഓഫ് എക്സാമിനേഷൻ പ്ലീസ് ഇൻഡിക്കേറ്റ് വൺ ലാംഗ്വേജ് ഔട്ട് ഓഫ് ലാംഗ്വേജസ് ഓഫ് ദ സ്റ്റേറ്റ് കൺസേൺഡ് ഗിവൺ ഇൻ ദ പ്രോസ്പെക്റ്റ്. ഞാൻ എക്സാമിനേഷൻ്റെ മീഡിയത്തെക്കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലാണെങ്കിൽ നമുക്ക് മലയാളത്തിൽ എഴുതാൻ പറ്റും, ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റും, ഹിന്ദിയിൽ എഴുതാൻ പറ്റും, തമിഴിലും കന്നഡയിലും എഴുതാൻ പറ്റും. സോ ഇവിടെ ഇംഗ്ലീഷിൽ എക്സാം എഴുതുന്നവർ ഇംഗ്ലീഷ് എന്ന് എഴുതുക, മലയാളത്തിൽ എക്സാം എഴുതുന്നവർ മലയാളം എന്ന് എഴുതുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാര്യം. ഇതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ മീഡിയം പിന്നീട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതല്ല. പർട്ടിക്കുലേഴ്സ് ക്ലാസ് 3, ക്ലാസ് 4, ക്ലാസ് 5 പറ്റിയുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കണം. നെയിം ഓഫ് ദ സ്കൂൾസ് ആൻഡ് വില്ലേജ് ആൻഡ് പ്ലേസ്. ഓക്കെയാ. സോ ഇവിടെ സ്കൂളിൻ്റെ പേര് എഴുതണം, സ്കൂളിൻ്റെ വില്ലേജ് എഴുതണം. ഫോർ എക്സാമ്പിൾ സ്കൂൾ മാർബസേലിസ് ആണെങ്കിൽ നിങ്ങൾക്ക് എഴുതാം മാർബസേലിസ്, ഏത് പ്ലേസ് ആണ് നിങ്ങൾ എഴുതണം. പൂയപ്പള്ളി ആണെങ്കിൽ നിങ്ങൾക്ക് പൂയപ്പള്ളി. എക്സാക്ട്ലി അത് രണ്ടും മതി. ഡിസ്ട്രിക്റ്റും കാര്യങ്ങളും ഒന്നും വേണ്ട, വില്ലേജ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. 4ാം ക്ലാസ് നിങ്ങൾ എവിടെ പഠിച്ചത്, 5ാം ക്ലാസ് നിങ്ങൾ എവിടെ പഠിക്കുന്നത്, അത് നിങ്ങളിവിടെ എഴുതണം. സ്കൂൾ ലൊക്കേഷൻ റൂറൽ ആണോ അർബൻ ആണോ. 3ാം ക്ലാസ് റൂറൽ ആണെങ്കിൽ നിങ്ങളിവിടെ റൂറൽ എന്ന് എഴുതാം, റൂറൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റൂറൽ എന്ന് എഴുതാം, അർബൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അർബൻ എഴുതണം. വെരി കെയർഫുൾ, കാര്യം ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം അർബൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ റൂറൽ കോട്ടയിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. മന്ത് ആൻഡ് ഇയർ ഓഫ് ജോയിനിങ്. 3ാം ക്ലാസ് നിങ്ങൾ ഏത് മാസം ഏത് വർഷമാണ് ജോയിൻ ചെയ്തത്, 4ാം ക്ലാസ് ഏത് മാസം ഏത് വർഷമാണ്, 5ാം ക്ലാസ് ഏത് മാസം ഏത് വർഷമാണ്. മന്ത് ആൻഡ് ഇയർ ഓഫ് പാസിംഗ്. 3ാം ക്ലാസ് എന്നാണ് നിങ്ങൾ പാസ് ചെയ്തത്, ഏത് മാസം ഏത് വർഷമാണ്. 4ാം ക്ലാസ് 5ാം ക്ലാസ് ആണ്ട് ഹൈഫൻ ഇട്ടിരിക്കുന്നുണ്ടോ, അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ 5ാം ക്ലാസ് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് പാസ്സായിട്ടില്ല. ആക്ച്വലി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കിട്ടിയിട്ടേ ഉള്ളൂ. സോ അവിടെ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല. നെയിം ഓഫ് ദി ബ്ലോക്ക്, ഏത് ബ്ലോക്ക് പഞ്ചായത്താണ് നിങ്ങളെന്ന്. നിങ്ങൾ മീൻസ് നിങ്ങൾ പഠിച്ച സ്കൂൾ ഏത് ബ്ലോക്ക് പഞ്ചായത്താണെന്ന്. നെയിം ഓഫ് ദ ഡിസ്ട്രിക്റ്റ്, ഏത് ഡിസ്ട്രിക്റ്റിലാണ് വരുന്നതെന്ന്. നെയിം ഓഫ് ദ സ്റ്റേറ്റ്, ഏത് സ്റ്റേറ്റാണ് വരുന്നതെന്ന്. ഓക്കെ. ഐ സർട്ടിഫൈസ് ദാറ്റ് ദ സ്കൂൾസ് ഇൻ വിച്ച് മൈ വാർഡ്, അതായത് പേരൻ്റാണ് പറയുന്നത്, എൻ്റെ രക്ഷാകർത്താവാണ് പറയുന്നത്. മൈ വാർഡ് സ്റ്റഡിയിങ് ഈസ് റെക്കഗ്നൈസ്ഡ് സ്കൂൾ ആൻഡ് ഫുൾഫിൽസ് ഓൾ ദ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആസ് പെർ ദ NVS requirements. I also understand that even if the candidate has studied in urban area for even a single day, very careful, ഒരു ദിവസം urban area പഠിച്ചെങ്കിൽ in any class of 3, 4, 5 the student will be treated as urban candidate. നമുക്കറിയാം 75% റൂറലിനും 25% ഉള്ളൂ അർബൻ സീറ്റും. സോ വെരി കെയർഫുൾ ഇൻ ദിസ്. ഇഫ് എനി ഓഫ് ദ ഇൻഫോർമേഷൻ പ്രൊവൈഡഡ് ഈസ് ഫൗണ്ട് ടു ബി റോങ്, candidate of my ward will be forfeited. Candidature of my ward will be forfeited
I also submit that no change in the aforesaid data shall be requested by me in future, and I agree that in case of mismatch in the online and offline data, the data submitted through online mode shall be treated as final. എന്തെങ്കിലും മനസ്സിലായോ നിങ്ങൾക്ക് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന്? ഒന്നെന്ന് പറയുന്നത് ഈ കൊടുത്തിരിക്കുന്ന ഇൻഫോർമേഷനാണ് ഫൈനൽ. ഈ കൊടുത്തിരിക്കുന്ന ഇൻഫോർമേഷൻ ട്രൂ ആയിരിക്കണം. ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലും പരാതി കൊടുക്കാൻ പറ്റത്തില്ല. ഇവിടെ നിങ്ങൾ കാൻഡിഡേറ്റ് ഒപ്പ് ചെയ്യണം, ഇവിടെ നിങ്ങളുടെ പേരൻ്റ് അല്ലെങ്കിൽ ഗാർഡിയൻ ഒപ്പിടണം. ഓക്കെയാ? സോ ഈ ഒപ്പിട്ട സാധനം നമുക്ക് അവിടെ കൊണ്ടുപോയി അപ്ലോഡ് ചെയ്യണം എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. മനസ്സിലായോ? സോ അപ്ലോഡ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ തീരുമാനം ഉണ്ടാക്കി, ബാക്കി എല്ലാം ആയി. ഇനി നിങ്ങൾക്ക് ഇത് ഫില്ല് ചെയ്യുകയാണ് വേണ്ടത്. സെലക്ട് ദ സ്റ്റേറ്റ് ഇൻ വിച്ച് ദ കാൻഡിഡേറ്റ് ഈ സ്റ്റഡിയിങ് ഇൻ ക്ലാസ് 2020. ഏത് സ്റ്റേറ്റാണെന്ന് എടുക്കുക. കേരളമാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കേരള. സെലക്ട് ദ ഡിസ്ട്രിക്ട് ഇൻ വിച്ച് ദ കാൻഡിഡേറ്റ് ഈ സ്റ്റഡിയിങ് ഇൻ ക്ലാസ് 5. ഏത് ഡിസ്ട്രിക്റ്റിലാണ് കാൻഡിഡേറ്റ് പഠിക്കുന്നതെന്ന്. ഡിസ്ട്രിക്റ്റിൻ്റെ ലിസ്റ്റ് വരാത്തത് എന്താണ്? ഓക്കെ, ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വരും. അത് കഴിഞ്ഞാൽ സെലക്ട് ദ ബ്ലോക്ക് ഇൻ വിച്ച് ദ കാൻഡിഡേറ്റ് ഈ സ്റ്റഡിയിങ് ഇൻ ക്ലാസ്. ഏത് ബ്ലോക്കിലാണ് പഠിക്കുന്നതെന്ന് വേണം. ഓക്കെ, ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യാൻ നമുക്ക് സപ്പോസ് കൊല്ലം ഡിസ്ട്രിക്ട് എടുത്തു. അത് വീണ്ടും ലോഡ് ചെയ്യണം, എന്നിട്ട് ഈ ബ്ലോക്ക് വരും. അത് കഴിഞ്ഞ് നെയിം ഓഫ് ദ സ്കൂൾ ഇൻ വിച്ച് ദ കാൻഡിഡേറ്റ് ഈ സ്റ്റഡിയിങ് ഇൻ ക്ലാസ് 5. സോ ഇവിടെ നിങ്ങൾ സ്കൂളിൻ്റെ പേര് അടിച്ചു കൊടുക്കണം. ഫോർ എക്സാമ്പിൾ TE. ഓക്കെ, ലോഡായി വരുന്നതേ ഉള്ളൂ. ഇത് ഓരോ പ്രാവശ്യവും ഈ പേജ് റിഫ്രഷ് ആവുന്നുണ്ട്, ശ്രദ്ധിച്ചോണം. സോ ഇവിടെ ബ്ലോക്ക് എനിക്ക് സെലക്ട് ചെയ്യണം. ഞാൻ സപ്പോസ് ബ്ലോക്ക് കൊട്ടാരക്കര ബ്ലോക്ക് സെലക്ട് ചെയ്തു. ഇത് വീണ്ടും റിഫ്രഷ് ആവും. ഇവിടെ ആ സമയം കൊണ്ട് ഞാൻ ടൈപ്പ് ചെയ്താലും കാര്യമൊന്നുമില്ല. റിഫ്രഷ് ആയി വന്നിട്ടേ നമുക്കത് ബാക്കി ഫില്ല് ചെയ്യാൻ പറ്റും. ഓക്കെയാ? സോ അത് കഴിഞ്ഞ് നെയിം ഓഫ് ദ കാൻഡിഡേറ്റ് നിങ്ങളിവിടെ എഴുതണം. സ്റ്റുഡൻറ്റിൻ്റെ നെയിം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. മൊബൈൽ നമ്പർ വളരെ മസ്റ്റാണ്, മൊബൈൽ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ സ്കൂളിൻ്റെ പേര് TMVHSS. ഇതൊരു സ്കൂളാണ്. ഓക്കെയാ? സോ അത് നിങ്ങൾ എഴുതാം. ഇവിടെ നിങ്ങളുടെ കാൻഡിഡേറ്റിൻ്റെ പേര് സപ്പോസ് റോഹൻ ആണെങ്കിൽ RHON റോഹൻ. ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ, നിങ്ങൾക്കൊരു നമ്പർ കൊടുക്കാം. 1 2 3 4 5 6 7 8 9. ദെൻ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യണം. ഡേറ്റ് ഓഫ് ബർത്ത് എന്താണ് നിങ്ങളുടെ ഇതിന് സെലക്ട് ചെയ്യാൻ പറ്റുമല്ലോ? പറ്റും. സപ്പോസ് 2000 ഇവിടെ ലെഫ്റ്റ് ആരോയിൽ ക്ലിക്ക് ചെയ്യേണ്ടാൽ മാറുന്നില്ല. ഓക്കെ, 2020 ഞെക്കുക. അന്നേരം ഇതിങ്ങനെ വരും, ഇങ്ങനെ വരും. 2019 പോകുന്നില്ലല്ലോ, ബാക്ക് അടിക്കട്ടെ. ഓക്കെ, സോ 2010. സോ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതിനകത്ത് ഒരു വർഷം കൊടുത്തിരിക്കുന്നുണ്ട്. 2009, 10, 11, 12. ഇതിൽ നിന്ന് മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ. അതായത് ഈ 4 വർഷത്തിനുള്ള ഉള്ളവർക്ക് മാത്രമേ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റൂ. സോ 2010 ഞാൻ എടുത്തു, സെപ്റ്റംബർ ഞാൻ എടുത്തു, അതിനകത്ത് 11 ഞാൻ തൊട്ടു വന്നു. സോ ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ എടുത്തു. ഇമെയിൽ ID, നിങ്ങളുടെ ഇമെയിൽ ID ഏതാണെന്ന് പറഞ്ഞ് കറക്റ്റായിട്ട് എഴുതുക. @ വളരെ മസ്റ്റാണ്. @ നിങ്ങൾ എഴുതിയില്ലെങ്കിൽ അതിനൊരു മീനിങ്ങും ഇല്ല. @gmail.com ആണെങ്കിൽ gmail.com നിങ്ങൾ കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മദേഴ്സ് നെയിം കൊടുക്കുക, ഫാദേഴ്സ് നെയിം കൊടുക്കുക. ഗാർഡിയൻ സെയിം ആണെങ്കിൽ കൊടുക്കുക. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഫില്ല് ചെയ്താൽ മതി. ദെൻ റിലേഷൻഷിപ്പ് വിത്ത് ഗാർഡിയൻ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഫില്ല് ചെയ്താൽ മതി. നെയിം ഓഫ് ദ കാൻഡിഡേറ്റ് നാഷണാലിറ്റി ഓഫ് ദ കാൻഡിഡേറ്റ്. നാഷണാലിറ്റി ഏതാണ് നിങ്ങൾ എഴുതണം. ഇന്ത്യൻ ആണെങ്കിൽ ഇന്ത്യൻ എഴുതണം. ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് സെയിം ഇവിടെ എഴുതണം. ജെൻഡർ ഇവിടെ എഴുതണം. ജെൻഡർ ഇവിടുന്ന് നിങ്ങൾ സെലക്ട് ചെയ്യണം. നിങ്ങളുടെ കാറ്റഗറി നിങ്ങൾ സെലക്ട് ചെയ്യണം. മീഡിയം ഓഫ് എക്സാമിനേഷൻ സെലക്ട് ചെയ്യണം. ഓക്കെ, ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ എഴുതണം. പെർസെൻറ്റേജ് ഓഫ് ഡിസബിലിറ്റി ഉള്ളവർക്ക് അറിയാം പെർസെൻറ്റേജ് ഓഫ് ഡിസബിലിറ്റിയും കാര്യങ്ങളും. റിലീജിയൻ, ഇതിനകത്തുള്ള റിലീജിയൻ നിങ്ങൾക്ക് എഴുതാം. റിലീജിയൻ എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതർന്ന് കൊടുക്കാം. ഓക്കെ, ദെൻ ഇഫ് അതേഴ്സ് പ്ലീസ് സ്പെസിഫൈ ദ റിലീജിയൻ. ഓക്കെ, വേറെ റിലീജിയൻ ആണെങ്കിൽ അവിടെ എഴുതാൻ. ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് റിലീജിയൻ ഇല്ലയെന്ന് വേണമെങ്കിൽ എഴുതാൻ. ആരും ഒന്നും ചെയ്യത്തൊന്നുമില്ല നിങ്ങളെ. ആധാർ നമ്പർ മസ്റ്റാണ് കൊടുത്തിരിക്കണം. ആനുവൽ ഇൻകം ഓഫ് പേരൻസ്. ആധാർ നമ്പർ സ്റ്റാർ ഇല്ല, അതുകൊണ്ട് മസ്റ്റ് അല്ല, എന്നാലും കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ആനുവൽ ഇൻകം ഓഫ് പേരൻസ് എത്രയാണെന്ന് ഇവിടെ എഴുതണം. ദെൻ എൻ്റൽ പോസ്റ്റൽ അഡ്രസ്സ്. പോസ്റ്റൽ അഡ്രസ്സ് എഴുതാനുള്ള സ്ഥലം ഇവിടെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മറ്റേ സർട്ടിഫിക്കറ്റിനകത്ത് അത് വന്നിട്ടില്ല. ഓക്കെ, ദെൻ പിൻകോഡ്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നിങ്ങൾ റൂറലാണ്. റെസിഡൻഷ്യൽ സ്റ്റേറ്റ് ഏതാണെന്ന് എടുക്കണം. റെസിഡൻഷ്യൽ ഡിസ്ട്രിക്ട് എടുക്കണം. ടെലഫോൺ നിങ്ങൾ എഴുതണം. തന്നെ പ്രീവിയസ് സ്കൂൾ ഡീറ്റെയിൽസ്. അതായത് നിങ്ങൾ അവിടെ ഫില്ല് ചെയ്ത അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും ചോദിച്ചിരിക്കുന്നത്. അവിടെ നിങ്ങൾ ഓഫ്ലൈനായിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് എഴുതിയതിന് ശേഷം അപ്ലോഡ് ചെയ്യണം. വെരി കെയർഫുൾ. നമ്മൾ അതിൻ്റെ അവസാനം ഒരു ഡിക്ലറേഷൻ നമ്മൾ കണ്ടു. എന്താണത്?
ഓൺലൈൻ കൊടുത്തിരിക്കുന്നതായിരിക്കും എന്തെങ്കിലും മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ അവരെടുക്കുന്നത്. സോ ഓൺലൈൻ ആയിരിക്കണം ഏറ്റവും കെയർഫുള്ളായിട്ട് കൊടുക്കേണ്ടത് നിങ്ങൾ. ഇനി ഇതിനകത്ത് അപ്ലോഡ് ചെയ്യേണ്ടത് അപ്ലോഡ് ഇമേജ് എന്തുവാണ്, ഫോട്ടോ ഓഫ് ദ കാൻഡിഡേറ്റ് ടു ബി അപ്ലോഡഡ്. സോ നിങ്ങളുടെ കാൻഡിഡേറ്റിൻ്റെ ഫോട്ടോ ഇവിടെ ചൂസ് ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈബ്രറിയിൽ നിന്ന് സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇവിടെ കാൻഡിഡേറ്റിൻ്റെ സിഗ്നേച്ചർ അത് നിങ്ങൾ ഒരു വെള്ള പേപ്പറിൽ സൈൻ ചെയ്തിട്ട് ഫോണിൽ ഫോട്ടോ എടുത്തിട്ട് അത് ക്രോപ്പ് ചെയ്ത് കറക്റ്റ് സൈസാക്കി ഫയലിൻ്റെ സൈസ് എത്ര നോക്കിയാൽ മതി, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഫോട്ടോയുടെ കാര്യം മിക്കവർക്കും ഒരു ഫോട്ടോ എങ്കിലും കാണുമെന്ന് വിശ്വസിക്കുന്നു, സോഫ്റ്റ് കോപ്പി ഇല്ലെങ്കിൽ ഒരു നല്ല ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് സ്വയം ഒരു ഫോട്ടോ എടുത്താലും മതി, സെൽഫി എടുക്കാൻ നിൽക്കണ്ട. പ്രോപ്പറായിട്ടൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ പോലെ തോന്നുന്ന രീതിയിൽ നിങ്ങൾക്ക് സ്വന്തം ഫോട്ടോ ഉപയോഗിക്കാം, അല്ലാതെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ തന്നെ ഉപയോഗിക്കണമെന്ന് മസ്റ്റ് ഇല്ല കേട്ടോ, ഫുൾ സൈസ് വേണ്ട. അപ്ലോഡ് പേരൻറ്റ് സിഗ്നേച്ചർ സെയിം, പേരൻറ്റ് ഒരു വെള്ള പേപ്പറിൽ സൈൻ ചെയ്യുക, അതെടുക്കുക, നിങ്ങൾ ക്രോപ്പ് ചെയ്യുക, സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്ലോഡ് സർട്ടിഫിക്കറ്റ്. സോ നിങ്ങൾ നേരത്തെ ഒരു സർട്ടിഫിക്കറ്റ് കണ്ടില്ലേ, അവനെ നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്തില്ലേ, പ്രിൻ്റ് ഔട്ട് എടുക്കാൻ നമുക്ക് പ്രിൻ്ററിൻ്റെ സഹായം വേണം കേട്ടോ. പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നമ്മുടെ കൈപ്പടയിൽ വേണം അത് ഫില്ല് ചെയ്യാൻ. അത് ഫില്ല് ചെയ്ത ശേഷം അത് നിങ്ങൾ ഒരു ഇമേജ് അവിടെ ചോദിക്കുന്നത്, അതൊരു എഗെയിൻ നിങ്ങളത് ഫില്ല് ചെയ്ത ശേഷം ഫോണിൽ ഫോട്ടോ എടുത്ത് നിങ്ങൾ സൈസിന് അകത്താക്കണം. എന്നിട്ട് അപ്ലോഡ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ സബ്മിറ്റ് ആൻഡ് പ്രിവ്യൂ കൊടുക്കാം. സബ്മിറ്റ് ആൻഡ് പ്രിവ്യൂ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പ്രിവ്യൂ വരും. എന്നിട്ട് അപ്ലോഡ് ചെയ്ത് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഫോണിൽ അങ്ങനെ തന്നെ മെസ്സേജ് വരും. മനസ്സിലായോ നിങ്ങൾക്ക്? എവരിവൺ അണ്ടർസ്റ്റുഡ് ദ പ്രൊസീജിയർ? സോ ക്ലാസ് 6 കഴിഞ്ഞു. ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, അത് ഞാൻ ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ ആ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ വന്ന് ചോദിക്കാം. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജവഹർ നവോദയ എന്ന എക്സാം എന്ന് പറയുന്നത് അത്ര ഈസി അല്ല, പക്ഷേ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഞങ്ങൾക്കൊക്കെ അന്നത്തെ കാലത്ത് ഈ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കറക്റ്റായിട്ട് കിട്ടിയിരുന്നില്ല. കാര്യം ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു, ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പേരൻസ് ഇല്ലായിരുന്നു, ഞങ്ങൾക്ക് ഇതുപോലെ ഓൺലൈൻ മീഡിയം ഇല്ലായിരുന്നു. സോ നിങ്ങൾക്കൊരു ഹെൽപ്പ് ആവട്ടെ എന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. സോ ഏപ്രിലാണ് എക്സാം, അതിന് മുമ്പ് തന്നെ ഒരുപാട് ക്ലാസ്സുകൾ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാൻ ശ്രമിക്കാം. ഡിപ്പെൻസ് അപ്പോൺ മൈ ടൈം. നിങ്ങൾ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യുക. റൂറൽ ഉള്ള ആൾക്കാർക്ക്, എസ്പെഷ്യലി ലേഡീസിനാണെങ്കിൽ ഗേൾസിനാണെങ്കിൽ അവർക്ക് വളരെ ചാൻസാണ്. ₹1 പോലും പേയ്മെൻറ്റ് ഇല്ലാതെ ഈ മോസ്റ്റ് മോഡേൺ ഫെസിലിറ്റിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. എല്ലാവർക്കും സിസ്റ്റം, പ്രോപ്പർ ലാബ്, പിന്നെ നമ്മളുടെ സ്പോർട്സ് ആക്ടിവിറ്റീസിന് വോളിബോൾ ആവട്ടെ ഷട്ടിലാവട്ടെ എന്തിനുമായുള്ള സ്ഥലങ്ങളുണ്ടായിരിക്കും. പിന്നെ ഓൾ ഇന്ത്യ ടൂർസ് കാണും, ഒരുപാട് മെഡിക്കൽ എക്സ്പെൻസ് ഉൾപ്പെടെ അവർ നോക്കിക്കോളും. ഇന്നത്തെ കാലത്ത് നമ്മളുടെ എഡ്യൂക്കേഷണൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് ചെറിയൊരു എക്സ്പെൻസ് അല്ല. സോ ട്രൈ ടു വർക്ക് ഓൺ ഇറ്റ്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്, കൊറോണ ടൈമാണ്, സ്കൂളിലൊന്നും പോകണ്ട. ഈ സമയം കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. കറക്റ്റായിട്ട് നിങ്ങൾക്കൊരു പാത്ത് സെറ്റ് ചെയ്യാമെങ്കിൽ ആർക്കും ഇത് നേടിയെടുക്കാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.